സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 4ൻ്റെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ തന്നിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. കേരള നടനം, ഗുരു ഗോപിനാഥ്. യക്ഷഗാനം, പാർത്തി സുബ്ബ. ചവിട്ടുനാടകം, ചിന്നത്തമ്പിപ്പിള്ള. കൂടിയാട്ടം, ഗുരുമണി മാധവ ചാക്യാർ. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി ആണ്. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം ശരിയാണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഉചിതമായ ആശയങ്ങൾ. അടുത്തത്: രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. അടുത്തത്: സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായത് ഏത്? ഓപ്ഷൻ എ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം നവംബർ മധ്യം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം മുംബൈ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഓപ്ഷൻ എ ആണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. കേരളത്തിലെ ഏതു നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? പറവൂരാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ലിഗ്നൈറ്റ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം.
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അവനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിനു വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം നീതി ആയോഗ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീനഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1936. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ബാസപ്പ ധാനപ്പ ജെട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ അനുച്ഛേദം 51(4). അനുച്ഛേദം 51(4). രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടറി സ്പീക്കറുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 97. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. വിവരാവകാശ കമ്മീഷൻ ഘടന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. അടുത്ത ചോദ്യം, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ വി ഹരി നായർ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാക്ക് റോഡ് ഉദ്ഘാടനം നടന്നത് NH66 മുംബൈ ഗോവ. അടുത്ത ചോദ്യം, സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 39B. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാടാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട്. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ഗിഫോർഡ്. അടുത്തത്, വാഗൺ ട്രാജഡി നടന്ന വർഷം ഇവിടെ ഉത്തരമായിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ വി.ടി. ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി പാലിയൻ സത്യാഗ്രഹം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിലാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 5ാമത്തേതാണ്. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കയ്യൂർ സമരമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത? A.V. കുട്ടിമാളു അമ്മ.
പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ശരീരത്തുലന നില പാലിക്കപ്പെടുന്നില്ല. ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് പെരിയോസ്റ്റിയം. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം കെ ആണ്. തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിൻ്റെ കുറവാണ്? നൈട്രജൻ്റേതാണ്. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? വൈറസ് ആണ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മെയ് 23 പ്രാധാന്യം. ലോക കടലാമ ദിനം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഹൃദയമാണ്. ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരമാണ്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഊർജം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലമാണ്. രാസഫലം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? 1.62 m/s². ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് JJ തോംസൺ. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. പ്രവേഗം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ടാർട്രസിൻ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യമാണ്. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. 82ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി. 83 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 84 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം 85 ഉത്തരം ഓപ്ഷൻ സി. 86ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. 87 ഓപ്ഷൻ എ. 88ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 89 ഓപ്ഷൻ ഡി ആണ്. 90ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 91 ഓപ്ഷൻ എ ആണ് ഉത്തരം. 92 ഓപ്ഷൻ ബി ആണ്. 93 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 94 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 95 ഉത്തരം ഓപ്ഷൻ എ. 96 ഓപ്ഷൻ ബി. 97ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ത്രികോണം. 98 ഓപ്ഷൻ സി. 99 ഉത്തരം ഓപ്ഷൻ ബി. അവസാനത്തെ ചോദ്യം ഓപ്ഷൻ സി 75. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയത്. ഇതിലെന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. താങ്ക് യു.